ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയാലോ. അതിൻ്റെ കൂടെ നല്ല ചൂട് സാമ്പാറും ചട്നിയും കൂട്ടി കുഴച്ച് അയ്വ പറയണ്ട. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ നമുക്ക് 1 കപ്പ് ഇഡ്ഡലി റൈസ് എടുക്കാം. അതേ അളവിൽ തന്നെ നമുക്ക് റാഗിയും ആഡ് ചെയ്യാം. പിന്നെ 3/4 കപ്പ് ഉഴുന്ന് കൂടിയാണ് ആഡ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മാവ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് ഇഡ്ഡലി റൈസും 1 കപ്പ് ഉഴുന്നും അങ്ങനെയാണ് ഇടാറ്. ഇതിപ്പോൾ റാഗി ഇഡ്ഡലി ആയതുകൊണ്ട് നമ്മൾ 1 കപ്പ് അരി, 1 കപ്പ് റാഗി, പിന്നെ 3/4 കപ്പ് ഉഴുന്ന്, പിന്നെ 1 ടേബിൾ സ്പൂണ് ഉലുവ, ഇതൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകി നമുക്കൊരു 8 മണിക്കൂർ മിനിമം സോക്ക് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ച് മാവാക്കിയിട്ട് മാറ്റിയിട്ട് ഒരു 8 മണിക്കൂർ കൂടെ നമുക്കതുകൊണ്ട് പുളിക്കാൻ വേണ്ടി വെക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും ഒക്കെ ഇട്ടിട്ട് ആക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇവിടെ ഇപ്പോൾ ചൂടായത് കാരണം 8 മണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 3-4 മണിക്കൂർ പുറത്ത് വെച്ചാൽ തന്നെ അത്യാവശ്യം പൊങ്ങി വരുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ റാഗി ഇഡ്ഡലി ഉണ്ടാക്കി വെക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ കൂടെ സാമ്പാറും ചട്നിയും നല്ല അടിപൊളി കോമ്പിനേഷൻ.